ഞായറാഴ്ച ഗോർഭഗാൻ തുറമുഖത്ത് നടന്ന ആക്രമണത്തിൽ ഒരു നേപ്പാൾ സ്വദേശിക്കും 3 പാകിസ്ഥാൻ സ്വദേശികൾക്കും പരിക്കേറ്റു. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ തീപടർന്ന അബുദാബി റുവൈസ് വ്യവസായ മേഖലയിലെ ബൊറൂജ് പെട്രോ കെമിക്കൽ പ്ലാന്റിൽ ഉൽപാദനം നിർത്തി. ഇന്നലെ 12 ബാലിസ്റ്റിക് മിസൈലുകളും 2 ക്രൂസ് മിസൈലുകളും 19 ഡ്രോണുകളുമാണ് യുഎഇയിൽ ആക്രമണം നടത്തിയത്. രാജ്യത്ത് പരിക്കേറ്റവർ 221 തലസ്ഥാനമായ ടെഹ്റാനിലും മറ്റ് നഗരങ്ങളിലും വൻ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി റിപ്പോർട്ടുകൾ. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലും സ്ഫോടനങ്ങളുണ്ടായി. ഇറാനിൽ നിന്ന് വന്ന മിസൈലുകളെ തങ്ങൾ ഫലപ്രദമായി തടഞ്ഞതായി സിറിയൻ സ്റ്റേറ്റ് ടിവി അറിയിച്ചു. ഇറാനിൽ നിന്ന് വന്ന 7 ബാലിസ്റ്റിക് മിസൈലുകൾ തടഞ്ഞതായി സൗദി പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു. ഏപ്രിൽ 7, 2026 ലോകം ഉറ്റുനോക്കുന്ന ഒരു നിർണായക ദിനമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 ദിവസമായി ഇറാന് മുന്നിൽ അമേരിക്ക വെച്ച അന്ത്യശാസനത്തിന്റെ സമയം ഇന്നാണ് അവസാനിക്കുന്നത്. ഹോർമോസ് കടലിടുക്ക് തുറന്ന് സമാധാന കരാറിൽ ഒപ്പിടാൻ ഇറാനോട് ആവശ്യപ്പെട്ട US അവരുടെ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ തിങ്കളാഴ്ച വൈകിട്ട് ഇറാൻ തള്ളിയതിന് പിന്നാലെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. പിന്നാലെ വന്ന വൈറ്റ് ഹൌസ് വാർത്താ സമ്മേളനത്തിൽ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് വെറും ഭീഷണിയായിരുന്നില്ല, ഒരു യുദ്ധപ്രഖ്യാപനം പോലെയായിരുന്നു അത്. ഞങ്ങൾക്ക് ഒരു പദ്ധതിയുണ്ട്. നാളെ രാത്രി 12 മണിയോടെ ഇറാനിലെ എല്ലാ പാലങ്ങളും ഞങ്ങളുടെ സൈന്യം തകർക്കും. എല്ലാ ഊർജ്ജ നിലയങ്ങളും പ്രവർത്തനരഹിതമാകും. ഒരിക്കലും പ്രവർത്തിക്കാനാകാത്ത വിധം അവ തകർക്കും, പൂർണ്ണമായും തകർക്കും. 12 മണിയോടെ. ട്രംപിന്റെ വാക്കുകൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് ഒരു രാജ്യത്തെ പൂർണ്ണമായി നശിപ്പിക്കാൻ ശേഷിയുള്ള സൈനിക നീക്കത്തിന്റെ സൂചനകളാണ് അദ്ദേഹം നൽകിയത്. അന്ത്യശാസനം അവസാനിച്ചാൽ 4 മണിക്കൂറിനുള്ളിൽ ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇത് രാത്രിയാകാം, എന്നാൽ അമേരിക്കയുടെ വെല്ലുവിളിക്ക് മുന്നിൽ ഇറാൻ മുട്ടുമടക്കുന്നില്ല. തങ്ങളുടെ താൽപ്പര്യങ്ങൾ കൂടി പരിഗണിച്ച് യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കണമെന്ന നിലപാടിലാണ് അവർ. യുദ്ധത്തിൽ തകർന്ന പ്രദേശങ്ങൾ പുനർനിർമ്മിക്കണം, മേഖലയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കണം, ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് പ്രോട്ടോകോൾ തയ്യാറാക്കണം, കൂടാതെ തങ്ങൾക്കെതിരെ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങൾ നീക്കം ചെയ്യണം. ഇതാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ. ഇതൊന്നും തന്നെ അമേരിക്ക അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു അന്ത്യശാസനമെന്നോണം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ട്രംപ് രണ്ടും കൽപ്പിച്ച് മുന്നോട്ടു തന്നെയാണ്. എന്നാൽ തങ്ങൾ ഒരു ഭീഷണിക്കും വഴങ്ങില്ല എന്ന് തന്നെയാണ് ഇറാനും പറഞ്ഞിരിക്കുന്നത്. ഗൾഫിലുടനീളം ഇറാന്റെ ആക്രമണങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോർമോസിലടക്കം ഒരു വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ടു പോവുകയാണ് ഇറാൻ ചെയ്യുന്നത്. ഇറാൻ മുന്നോട്ട് വച്ച ഉപാധികളൊന്നും തന്നെ അമേരിക്ക അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ യാതൊരുവിധ ഭീഷണിക്കും തലവെച്ച് കൊടുക്കില്ല എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചൊവ്വാഴ്ച രാത്രിയോടെ ട്രംപിന്റെ ഒരു അന്ത്യശാസനം അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യ യുദ്ധകലുഷിതമാകുമെന്ന കാര്യത്തിൽ ഉറപ്പു തന്നെയാണ്. ട്രംപ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല.